ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഒരു 5:30 മുതൽ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു 9:30 വരെ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും ഒരുക്കാം. നമ്മൾ രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം അങ്ങോട്ട് ഒരുക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതെല്ലാം അങ്ങോട്ട് സമയത്തിനും നേരത്തിനും കാലത്തിനൊക്കെ റെഡി ആവണമെങ്കിൽ നമ്മൾ ഒരു ശീലം മാത്രം അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി കേട്ടോ. രാവിലെ ഇപ്പോൾ എല്ലാവർക്കും ഫോൺ നോക്കലാണല്ലോ. എണീറ്റ് വന്ന പാടെ ഫോൺ നോക്കണം. അതിൽ വന്ന മെസ്സേജുകളും എല്ലാം അങ്ങോട്ട് നോക്കി അതിന് റിപ്ലൈ കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കാനായിട്ട് നിൽക്കില്ലേ. അപ്പോൾ ആ ഒരു ശീലം ഉള്ളവർക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ രാവിലത്തെ പണിയും വീട്ടിലെ ക്ലീനിങ്ങും ഒക്കെ നേരത്തെ കാലത്ത് തന്നെ കഴിയും കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് തന്നെ തീർക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിതാ രാവിലെ ഒരു 5:30 ആകുമ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട്. 5:30ക്ക് ശേഷം ഞാൻ പിന്നെ ഫോണൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് എണീറ്റ് ഫോണൊക്കെ ഒന്ന് നോക്കി. അത് എന്താ പറഞ്ഞാൽ നമുക്ക് കമൻസുകളൊക്കെ വരുമല്ലോ യൂട്യൂബിൽ. കമൻസൊക്കെ വരുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാനും അങ്ങനെയൊക്കെ ഞാൻ പുലർച്ചെ ആകുമ്പോൾ എണീറ്റാൽ അങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അങ്ങനെയൊന്നും നോക്കാറില്ല. അതൊന്നും എനിക്കറിയില്ല, നോക്കാനും അറിയില്ല. അതിലൊന്നും ഞാൻ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് ആ ഒരു വകയൊന്നുമില്ല കേട്ടോ. നമ്മൾ യൂട്യൂബും ഓൺലി വാട്സപ്പ് അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ അടുക്കളയിൽ വന്നു. അപ്പോൾ ഇന്ന് നേരത്തെ കാലത്ത് തന്നെ എല്ലാ പണികളും നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ നടക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന പാടെ രാത്രിയൊക്കെ ഞാൻ രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇന്ന് ചപ്പാത്തിയും പയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ പയറൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുപയർ. അതൊന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പയർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ മുളപ്പിച്ചിട്ട് വേണമെങ്കിൽ നാളെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പയർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പയർ ഇട്ട് കൊടുത്തു. പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, ഇത്തിരി ഉപ്പ് ഇട്ടു. ഒരു 2-3 ഉരുളക്കിഴങ്ങും കൂടെ അരിഞ്ഞിടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം നമ്മളിത് ചപ്പാത്തിക്കും എടുക്കുന്നുണ്ട്, ചോറിൻ്റെ കൂടെയും കഴിക്കാനായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ചോറിനും ഈ ചെറുപയർ കറി തന്നെയാണ്. പിന്നെ എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഉരുളക്കിഴങ്ങും ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ട് ഈ നമ്മുടെ പയറിൻ്റെ കൂടെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ പറ്റണ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലെ ചോറും ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടിനും കൂടെ പറ്റണ പോലത്തെ കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊരു പണി ലാഭമായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഫോണൊക്കെ രാവിലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോഴും ഒക്കെ അത് നോക്കിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമയം അങ്ങോട്ട് പകുതി അങ്ങോട്ട് അതിലേക്ക് തന്നെ പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നോക്കാണ്ട് നമുക്ക് ഇങ്ങനെ രാവിലെ നമ്മുടെ കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ, കുട്ടികളുടെ കാര്യം എല്ലാം അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ അവർ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ സകലമാന പണിയും കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ശീലം അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. മക്കളൊക്കെ പോയതിന് ശേഷം നമുക്ക് പണികളെല്ലാം ഒരുങ്ങിയതിന് ശേഷം നമുക്ക് ഫോൺ നോക്കാൻ പിന്നെ സമയമുണ്ടല്ലോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാനും നമുക്ക് ഫ്രീ ടൈം കുറേ കിട്ടും ട്ടോ. അതിന് ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങോ അങ്ങനെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവരവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സമയവും കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഞാനിതാ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ഇതാ ചപ്പാത്തിക്കുള്ള മാവൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. എന്നും ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് അതിന് വേറെ ഒന്നും ചേർക്കണില്ല. നമ്മൾ കുറച്ച് ഉപ്പും ഇത്തിരി പഞ്ചസാരയും ഇട്ടിട്ട് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലർ ചൂടുവെള്ളത്തിലൊക്കെ കുഴക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിവിടെ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടാറുണ്ട് നമ്മുടെ ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും കുക്കറിനകത്ത് വെച്ച പയറൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാനിതാ അടുപ്പും വെള്ളയിൽ വന്നിട്ട് ചാരമൊക്കെ വാരുകയാണ്. അപ്പോൾ ചോറിനുള്ള തീയും കൂടെ ഇട്ട് വെച്ചാൽ ചോറ് വെന്തോളും. അപ്പോഴേക്കും നമുക്ക് അടുക്കളയിലുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ചോറിന് തീ കത്തിക്കാനായിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നേരമൊക്കെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എണീറ്റിട്ടുണ്ട് കേട്ടോ. എല്ലാ വീടുകളിലും അമ്മമാരും എണീറ്റിട്ടുണ്ട്. ഒക്കെ നേരത്തെ കാലത്തെ പണിക്ക് പോകണവരാണല്ലോ. 8 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും പോവും.
അപ്പോൾ എല്ലാവരും എണീച്ച് അടുക്കളയിൽ തിരക്കായിരിക്കും. ഇപ്പോൾ സ്കൂളുള്ളത് കൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന അമ്മമാരും അടുക്കളയിൽ തിരക്കൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അടുപ്പൊക്കെ ഒന്ന് കത്തിപ്പിടിച്ച് കിട്ടിയിട്ട് ഇനിയിപ്പോൾ ചോറ്റിനുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ അടുത്ത് 2 കൂട്ടുകാർ ഹായ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹൈറക്കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇമ്രാസ് കിച്ചണിലെ സെൽത്താത്ത ചോദിച്ചിട്ടുണ്ട്. പിന്നെ അമ്പിളി ചേച്ചി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അമ്പിളിയാണോ അംബിക, അവർ ചോദിച്ചിട്ടുണ്ട്. കുഞ്ചൂസിനെ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹായ്ന്ന്. പിന്നെ നമ്മുടെ ഹസീനയ്ക്കും. അപ്പോൾ എല്ലാവർക്കും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിയിൽ വന്നിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. നേരം അങ്ങോട്ട് 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നുണ്ട്. ചാരുമോൾക്ക് നേരത്തെ പോകണമല്ലോ, അവൾ കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ ഇനിയിപ്പോൾ. അങ്ങനെ ഞാനിതാ അടുക്കളയിൽ വന്നപ്പോൾ ഏട്ടൻ പുറത്ത് നിന്നിട്ട് അവിടെ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. ചെടികൾ പറഞ്ഞാൽ മുള്ളുള്ള ഒരു ഇതുണ്ടല്ലോ, നല്ല പൂവാണ്. പക്ഷേ മുള്ള് കാലി കൊണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങോട്ട് മുറിഞ്ഞിട്ട് ചുള്ളി മുള്ള് കുത്തിയ പോലെ അങ്ങോട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെട്ടിക്കളയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ തട്ടണമെന്നും പറഞ്ഞിട്ട് മുല്ലച്ചെടിയും ആ മുള്ളിൻ്റെയൊക്കെ ഒന്ന് വെട്ടി വിടണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ടൊക്കെ അങ്ങോട്ട് കോലും കൊണ്ട് അങ്ങോട്ട് തെങ്ങിൻ്റെ തടത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഞാനൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ ചെറുപയർ കറിക്കുള്ള തേങ്ങയൊക്കെ ചിരവി എടുത്തു. ഇനിയിപ്പോൾ അതൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവാണ്. ഒരു 3-4 ചെറിയുള്ളിയും ഇത്തിരി നല്ല ജീരകവും ഇട്ടിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കടുക് ഇട്ട് ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ സവാളയാണ് കേട്ടോ, അതും ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി ഞാൻ നമ്മുടെ പയർ വേവിക്കുമ്പോൾ തന്നെ അതിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 ചെറിയ തക്കാളിയും കൂടി ഇട്ടു. അതൊന്ന് ജസ്റ്റ് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും പയറും കൂടെ എടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. കാരണം നമ്മൾ തേങ്ങ അരപ്പും കൂടെ ചേർക്കുമ്പോൾ ഉപ്പ് അങ്ങോട്ട് കുറഞ്ഞു പോകും. അങ്ങനെ നല്ലോണം അങ്ങോട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തേങ്ങയും ജീരകവും ചെറിയുള്ളിയൊക്കെ ചേർത്ത് അരച്ച ആ ഒരു അരപ്പുണ്ടല്ലോ, അതും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ആ ഒരു മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം മാത്രമേ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഒക്കെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ ഇത്തിരി അങ്ങോട്ട് വെള്ളം പോലെ അങ്ങോട്ട് കാണുന്നുണ്ടാവും. പക്ഷേ എന്നാലും ചെറുപയറല്ലേ, ഇരുന്ന് അങ്ങനെ കുറുകിക്കൊള്ളും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കറി വാങ്ങി വെക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ കറിൻ്റെ പരിപാടി. അപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്താനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് റെഡി ആവുന്നുണ്ട്. അപ്പോൾ അവൾ പോകുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഏട്ടനും പോവാറാവും. അപ്പോൾ എന്തായാലും ചപ്പാത്തി പരത്താനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചായയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ആ പാലൊക്കെ തിളച്ച് വന്നതിന് ശേഷം കുറച്ച് പാൽ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പൊടിയൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് പാൽ, 1 ഗ്ലാസ് പാൽ മാറ്റി വെച്ചു. ബാക്കിയുള്ള നമ്മുടെ പാലിൽ ചായയും പഞ്ചാരയൊക്കെ ഇട്ട് കൊടുത്ത്, ചായപ്പൊടിയും പഞ്ചാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ആറ്റിയെടുത്താൽ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാനാവുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ചായ ഒരടുപ്പത്ത് ആകുമ്പോഴത്തേക്കും നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിക്ക് എപ്പോഴും എണ്ണയൊന്നും പുരട്ടാണ്ടാണ് ഉണ്ടാക്കുന്നത്. ചിലർ എണ്ണ ഇട്ടിട്ട് ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എണ്ണ ഇട്ടിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ എണ്ണ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിനേക്കാളും പൂരി ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ നല്ലത്. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ തൊടാണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലേ. അപ്പോൾ എന്തായാലും ചപ്പാത്തിയൊക്കെ അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ചോറൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ വാർക്കണ കൊട്ടയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി പച്ചവെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ഒന്നോടെ ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ചാരുമോള് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് 2 ചപ്പാത്തിയും കറിയൊക്കെ എടുത്ത് കൊടുക്കട്ടെ, അവൾ കഴിച്ചിട്ട് വേഗം പോയിക്കോളും. പിന്നെ ബാക്കിയുള്ള ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നിന്നുട്ടോ ഞാൻ. അങ്ങനെ രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട് ചാരുമോള് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാനിതാ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് കോരിയിട്ട് തുടച്ച് വിടാനായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ചാരു ഒരു ട്രിപ്പ് അടിച്ചിട്ട് പോയതാണ് കേട്ടോ. എന്നാലും നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ഒരു മുക്കും മൂലയൊക്കെ ഒന്നും അടിക്കാറില്ല കേട്ടോ. അവൾ ഓടുന്ന ഓട്ടത്തിലൊന്ന് കാട്ടിക്കൂട്ടിയിട്ട് പോക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നുകൂടെ അടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ റൂമും ഒന്ന് അടിച്ചിറക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ,
ഇപ്പോൾ ഒരു 10 മിനിറ്റേ ആയിട്ടുള്ളൂ നമ്മൾ ചാരു ഒന്ന് ഉള്ളൊക്കെ ഒന്ന് അടിച്ചു പോയിട്ട്. അപ്പോഴത്തേക്കും കണ്ടില്ല നല്ലോണം കുപ്പിയൊക്കെ ഉണ്ട്. അത് അരികും മൂലയും മുക്കും മൂലയും കട്ടിലിൻ്റെ അടിഭാഗം ഒന്നും അടിക്കില്ല കേട്ടോ. കാണുന്ന ആ ഒരു ഭാഗം മാത്രം അങ്ങോട്ട് അടിച്ചു വിട്ടിട്ട് പോവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അവള് ചില സമയങ്ങളിലൊക്കെ സ്കൂളില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് അടിച്ചു പോരും. സ്കൂളിൽ പോകുന്ന സമയത്ത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവളെന്തായാലും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കുപ്പകളൊക്കെ ഞാനും ഒന്ന് അടിച്ചിറക്കിയിട്ട് ഇനിയിപ്പോൾ വീടൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിട്ടിക്കുട്ടി അവിടെ എന്തോ ഹോംവർക്ക് ബാക്കിയുണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിനിയിപ്പോൾ നമ്മുടെ റൂമുകളൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹാളും പിന്നെ വെളുത്തുള്ളിയും കൂടെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആകെ പൊടിപടലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഇതെന്താണെന്ന് അറിയോ, ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണത്. ഞാനിങ്ങനെ ചപ്പയിട്ടിട്ട് വലിക്കുന്ന സമയത്ത് അതിൻ്റെ നമ്മുടെ ട്രൈപോഡിൻ്റെ ആ കാലിൽ കുടുങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി തെന്നി മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനിതാ വീടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി തുടച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:45 കഴിഞ്ഞ് 8 മണിയാവുന്നുണ്ട്. അപ്പോൾ ചിട്ടിക്കുട്ടി കുളിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആൾ. അപ്പോൾ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ഇതാ ക്ലീനിങ്ങും കഴിഞ്ഞു, കുക്കിങ് കഴിഞ്ഞു. അപ്പോൾ ഫോണൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റും അല്ലേ. ഇതിലും പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടെ വൈകണത്. വീഡിയോ ഒന്നും എടുക്കുന്നില്ല, കൂളായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിലും പെട്ടെന്ന് നമുക്ക് തന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനും അടുക്കളപ്പണിയും എല്ലാം അങ്ങോട്ട് ഒരുങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ ഫോൺ അങ്ങോട്ട് നോക്കാതിരുന്നാൽ ഈ ഒരു ഉപകാരമൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ നേരത്തേക്ക്. അങ്ങനെ ഞാനിതാ വീടൊക്കെ ഒന്ന് തുടച്ച് വിട്ടതിന് ശേഷം ഞാനിതാ കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് അരിഞ്ഞ് ഉപ്പും മുളകൊക്കെ തിരുമ്പിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ അങ്ങോട്ട് വെന്തതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇത്തിരി കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മൊരിയിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈയും റെഡിയാവും. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ തുടച്ച് വിടാനായിട്ട് പോയത്. അപ്പോൾ ഇതിൻ്റെ അരിയണതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. കാരണം ഒരുപാട് അങ്ങോട്ട് വീഡിയോ എടുത്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ സ്പേസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ചിട്ടിക്കുട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം എന്താ ഞാൻ അവിടെ പിടിച്ച് നിർത്തിയിട്ട് മുടിയൊക്കെ കെട്ടി വിടുകയാണ് കേട്ടോ. അപ്പോൾ ആൾ പാൻറ്റൊന്നും ഇട്ടിട്ടില്ല. പോകുന്ന സമയത്ത് തന്നെ ഇടുള്ളൂ കേട്ടോ. സോക്സൊക്കെ ഇട്ടതിന് ശേഷമാണ് പാൻറ്റ് ഇടാറ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് സോക്സ് ഇടാനെന്നും പറഞ്ഞിട്ട്. അപ്പോൾ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്ന പണിയാണ് ഇനിയിപ്പോൾ അവളിനെ സ്കൂളിൽ വിട്ടാൽ എൻ്റെ പണികളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ സോപ്പ് വെള്ളത്തിൽ കുറേ തുണികളൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അലക്കി പിഴിഞ്ഞിടുക. പിന്നെ നമ്മൾ കുളിക്കുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ പണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.